നല്ല ചിന്ത. കാട്ടിൽ ഒരു തീപിടുത്തമുണ്ടായി. പക്ഷിമൃഗാദികൾ പരിഭ്രാന്തരായി രക്ഷപ്പെടുകയാണ്. അക്കൂട്ടത്തിൽ ഒരു മൂങ്ങയുണ്ടായിരുന്നു. ഒരു ചെറിയ കുരുവി പെട്ടെന്ന് തിരിച്ചു പറക്കുന്നത് മൂങ്ങ കണ്ടു. മുന്നോട്ട് പറക്കൂ, ഇല്ലെങ്കിൽ അപകടമാണ് എന്ന് മൂങ്ങ പറഞ്ഞെങ്കിലും കുരുവി കാടിൻ്റെ മറ്റൊരു വശത്തേക്ക് പോയി. ആകാംക്ഷയിൽ മൂങ്ങയും പിന്നാലെ പോയി. കുരുവി ഒരു അരുവിയിൽ നിന്ന് തൻ്റെ കുഞ്ഞു കൊക്കിൽ വെള്ളം കോരി തീയിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. ഈ വെള്ളം കൊണ്ട് തീ അണയുമോ? മൂങ്ങ ചോദിച്ചു. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു, കുരുവി പറഞ്ഞു. മൂങ്ങ എല്ലാവരെയും വിവരമറിയിച്ചു. മൃഗങ്ങളും പക്ഷികളുമെല്ലാം തിരിച്ചെത്തി വെള്ളമൊഴിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കൊണ്ട് തീ അണഞ്ഞു. ഓടി രക്ഷപ്പെടാൻ ആരുടെയും അനുവാദം വേണ്ട, ഒരു തയ്യാറെടുപ്പും വേണ്ട. ഓടിയെത്തി ഒരു കൈ നോക്കാൻ ഇച്ഛാശക്തിയും മനോധൈര്യവും വേണം. ദുരന്തങ്ങളിൽ തൻ കാര്യം മാത്രം നോക്കുന്നവരോട് കൂടെയുണ്ടായിരുന്നവരെ മുഴുവൻ കീഴടങ്ങാൻ വിട്ടുകൊടുത്ത് സ്വയം രക്ഷപ്പെട്ടെന്ന് അവകാശപ്പെടുന്നവരല്ലേ ആയുഷ്കാല ഇരകളായി അവശേഷിക്കുന്നത്. ഒന്ന് കൈപിടിച്ചിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെട്ടേനെ എന്ന ചിന്തയേക്കാൾ ദൗർഭാഗ്യകരമായി മറ്റെന്താണുള്ളത്? ഒരാൾക്കൂട്ടത്തിൻ്റെ തുടക്കമാകാം. പുരുഷാരം ഒന്നും തുടങ്ങി വെച്ചിട്ടില്ല, ഏറ്റെടുത്തിട്ടേയുള്ളൂ. എല്ലാ തുടക്കങ്ങളും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നാണ് മുന്നിട്ടിറങ്ങാൻ ആളുണ്ടായാൽ പിന്നിൽ അണിനിരക്കാൻ ആൾക്കൂട്ടമുണ്ടാകും. ദീർഘവീക്ഷണവും മനഃശക്തിയുമുള്ള ഒരാൾ, അയാൾ എത്ര ചെറുതായാലും മാറ്റങ്ങളുണ്ടാക്കും. ആളുടെ വലുപ്പമല്ല, അയാൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ വലുപ്പമാണ് ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നത്. നല്ല ചിന്ത. ഞാൻ പണ്ട് വെറും കളിമണ്ണായിരുന്നു. എൻ്റെ മാസ്റ്റർ അന്ന് എന്നെ എടുത്ത് ഉരുട്ടുകയും നിലത്തിട്ട് ഇടിക്കുകയും പരത്തുകയും ചെയ്തു. എനിക്ക് വല്ലാതെ വേദനിച്ചു. ഞാൻ കരയുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നെ വെറുതെ വിടാൻ ഞാൻ അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ ശാന്തമായി പറഞ്ഞു, അല്പം ക്ഷമിക്കൂ. പിന്നെ അദ്ദേഹം എന്നെ ഒരു ചക്രത്തിൽ വെച്ച് കറക്കി. തല ചുറ്റാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിളിച്ചലറി, എനിക്ക് തല ചുറ്റുന്നു, എന്നെ എടുത്ത് നിലത്ത് വയ്ക്കൂ. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, അല്പം കൂടി ക്ഷമിക്കേ. ചക്രത്തിലിരുന്ന് ഞാൻ കറങ്ങുമ്പോൾ അദ്ദേഹം തൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ രൂപം മാറ്റി. അത് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ആദരവ് തോന്നി. രൂപം മാറ്റിയ ശേഷം എന്നെ അദ്ദേഹം വെറുതെ വിടുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണെന്നോ? കണ്ണിൽ ചോരയില്ലെന്ന് തോന്നിപ്പിക്കുന്ന വിധം എന്നെ എടുത്ത് ചുട്ടുകൊള്ളുന്ന തീച്ചുളയിൽ വെച്ച് വാതിലടച്ചു. എനിക്ക് പൊള്ളുന്നു, എന്നെ വേഗം രക്ഷപ്പെടുത്തണേ എന്ന് യാചിച്ചുകൊണ്ട് ഞാൻ വാതിലിൽ ശക്തിപൂർവ്വം മുട്ടി. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, അല്പം കൂടി ക്ഷമിക്കേ, ഇനി ഒരു നിമിഷം കൂടി ചൂട് സഹിക്കാൻ സാധിക്കുകയില്ല എന്ന് തോന്നിയ നിമിഷം അദ്ദേഹം എന്നെ തീച്ചുളയിൽ നിന്ന് പുറത്തെടുത്തു. അപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നെന്നോ. ഞാൻ ആറി തണുക്കട്ടെ എന്ന് കരുതി അദ്ദേഹം എന്നെ ഒരു ഷെൽഫിൽ വെച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ തൻ്റെ കൈകളിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. എനിക്ക് കുഴപ്പമില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ബ്രഷ് എടുത്ത് ചായക്കൂട്ടിൽ മുക്കി എന്നെ പെയിൻറ് ചെയ്തു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പെട്ടെന്ന് സുന്ദരനായതുപോലെ തോന്നി. എനിക്ക് നല്ല രൂപവും അദ്ദേഹം എന്നെ വീണ്ടും തീച്ചുളയിൽ വെച്ച് വാതിലടച്ചു. ഇത്തവണ ആദ്യത്തേതിലും കഠിനമായിരുന്നു. ചൂട് ഇരട്ടിയായിരുന്നു. കത്തിക്കരിഞ്ഞ് ചാമ്പലായി തീരുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ കൈകാലുകളിട്ടടിച്ചു, ഉറക്കെ നിലവിളിച്ചു. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞു, അല്പം കൂടി ക്ഷമിക്കേ. ശാരീരികമായ
ശാരീരികമായും മാനസികമായും തകർന്ന ഞാൻ ജീവിക്കാനുള്ള ആശ നഷ്ടപ്പെട്ട് മരണത്തിന് കീഴടങ്ങാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും തീച്ചൂളയുടെ വാതിൽ തുറന്ന് അദ്ദേഹം എന്നെ പുറത്തെടുത്തു, ഷെൽഫിൽ വച്ചു. അവിടെ ഇരുന്ന് സാവധാനം ഞാൻ ആറിത്തണുത്തു. ഇനി അദ്ദേഹം എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കണ്ണാടി എൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, നീ എത്ര സുന്ദരനായിരിക്കുന്നു. ഞാൻ കണ്ണാടിയിൽ നോക്കി. അപ്പോൾ ഒരു സുന്ദരക്കുട്ടൻ്റെ രൂപമാണ് ഞാൻ കണ്ടത്. ഞാൻ കണ്ണാടിയിൽ നോക്കി. അപ്പോൾ ഒരു സുന്ദരക്കുട്ടൻ്റെ രൂപമാണ് ഞാൻ കണ്ടത്. പക്ഷേ എന്നെ കണ്ണാടിയിൽ കണ്ടിട്ട് അത് ഞാനാണെന്ന് എനിക്ക് അത്ര വിശ്വാസം വന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കളിമണ്ണായിരുന്ന നിന്നെ എടുത്ത് ഞാൻ ഉരുട്ടുകയും പരത്തുകയും ഒക്കെ ചെയ്തപ്പോൾ നിനക്ക് വേദനിച്ചു അല്ലേ? എന്നാൽ അപ്പോൾ നിന്നെ വെറുതെ വിട്ടിരുന്നെങ്കിൽ നിന്റെ സ്ഥിതി ഇപ്പോൾ എന്താകുമായിരുന്നു? നിന്നെ എന്തിനെങ്കിലും കൊള്ളാമായിരുന്നോ? അതുപോലെ ചക്രത്തിൽ വെച്ച് കറക്കിയത് കൊണ്ടല്ലേ നിനക്ക് നല്ലൊരു രൂപം ലഭിച്ചത്? തീച്ചുളയിൽ വെച്ച് നിന്നെ ചുട്ടത് കൊണ്ടല്ലേ നിനക്ക് ദൃഢത ലഭിച്ചത്? തീച്ചുളയിൽ വെച്ച് നിന്നെ ചുട്ടത് കൊണ്ടല്ലേ നിനക്ക് ദൃഢത ലഭിച്ചത്? നിന്നെ ചിത്രപ്പണി ചെയ്ത് വീണ്ടും തീച്ചുളയിൽ വെച്ച് ചുട്ടത് കൊണ്ടല്ലേ നീ അതിസുന്ദരനായി മാറിയത്? പണ്ട് കളിമണ്ണായിരുന്നു നീ, ഇപ്പോൾ ഞാൻ മനസ്സിൽ വിഭാവനം ചെയ്തിരുന്നത് പോലെയായി നീ. അതിസുന്ദരനായിരിക്കുന്നു. എന്നെ സുന്ദരനായൊരു ചായക്കപ്പാക്കി മാറ്റിയത് എൻ്റെ മാസ്റ്ററാണ്. എനിക്ക് അദ്ദേഹത്തോട് ഏറെ നന്ദിയുണ്ട്. ഇതൊരു ചായക്കപ്പിൻ്റെ കഥയാണ്. ആരുടെയോ ഭാവനയിൽ ജന്മം കൊണ്ട് ഒരു ഗുണപാഠ കഥയുടെ അവതാരണമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നാം സങ്കടപ്പെടുകയും വിലപിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളും ക്ലേശങ്ങളുമൊക്കെ ഒരു തീച്ചൂളയിലിടുന്ന അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. എന്നാൽ അപ്പോഴും നാം ജീവിതത്തെ തള്ളിപ്പറയരുത്, നിരാശരാകരുത്. അപ്പോഴും നാം ജീവിതത്തെ തള്ളിപ്പറയരുത്, നിരാശരാകരുത്. അതിനു പകരം എല്ലാം നമ്മുടെ നന്മയ്ക്കാണെന്ന് കരുതി പ്രാർത്ഥന നിരന്തരമായി ക്ഷമാപൂർവം നാം മുന്നോട്ട് പോകണം. അപ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതം കൂടുതൽ ദൃഢവും സുന്ദരവുമായി മാറിക്കൊള്ളും. എത്രയോ പ്രതിസന്ധികളിൽ കൂടി കടന്നാണ് കളിമണ്ണ് മനോഹരമായ ഒരു കപ്പായി മാറിയത്. അതുപോലെ എത്രയോ പരുക്കൻ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നുപോയാണ് നാമും തിളക്കമുള്ള വ്യക്തിത്വത്തിനുടമയാകളായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ദുഃഖ ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അത് ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് നാം കരുതരുത്. ഏത് കഷ്ടപ്പാടിന് ശേഷവും മോചനമുണ്ട് എന്ന് നാം മറക്കരുത്. ജീവിതം ക്ലേശകരമാണെന്ന് തോന്നുമ്പോൾ ചായക്കപ്പിൻ്റെ ഈ കഥ നമുക്ക് ഓർമ്മിക്കാം. അതുപോലെ അല്പം കൂടി ക്ഷമിക്കാൻ പഠിക്കുകയും ചെയ്യാം. പാറപ്പിളർപ്പുകളിൽ വസിക്കുന്നവളും ഉയർന്ന മലമുകളിൽ ആസ്ഥാനമുറപ്പിച്ചവളും ആർക്ക് എന്നെ താഴെ ഇറക്കാനാവും എന്ന് ഹൃദയത്തിൽ പറയുന്നവളും ആയ നിന്റെ അഹങ്കാരം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു.
എല്ലാവർക്കും വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.